ദൃശ്യങ്ങൾ കൊല്ലത്ത് നിന്നാണ്. ആശാ വർക്കേഴ്സിന്റെ സമരം ഒത്തുതീർപ്പാക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസിന്റെ ഒരു പ്രതിഷേധമാണ്. ആ പ്രതിഷേധം ഇപ്പോൾ സംഘർഷത്തിൽ കലാശിച്ചിട്ടുണ്ട്. പ്രവർത്തകർ റോഡ് ഉപരോധിക്കാൻ ശ്രമിച്ചതാണ് ഇപ്പോൾ ഈ സംഘർഷത്തിന് കാരണമായത്. പോലീസും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ തർക്കമാണ്. കളക്ട്രേറ്റ് മതിൽ ചാടിക്കടന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആ വളപ്പിൽ പ്രവേശിച്ചിരുന്നു. റോഡ് ഉപരോധിക്കുന്നു പ്രവർത്തകർ. അവരെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് നീക്കമാണ്. അറസ്റ്റിന് വഴങ്ങുന്നില്ല. അരുൺ രാജ് വിവരങ്ങൾ നൽകും കൊല്ലത്ത് നിന്ന്. അരുൺ, ഇത് പെട്ടെന്നുണ്ടായ പെട്ടെന്നുണ്ടായ ഒരു പ്രതിഷേധമായിരുന്നു. പോലീസിന് അങ്ങനെ നേരത്തെ തയ്യാറായി നേരിടാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരുന്നു അവിടെ? വിജയകുമാർ, കളക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ചാണ്. അത് ആശാ വർക്കർമാരുടെ സമരം, അത് പരിഹരിക്കാൻ സർക്കാർ തയ്യാറാകുന്നില്ലെന്ന് ആരോപിച്ചായിരുന്നു യൂത്ത് കോൺഗ്രസ് കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തിയത്. ഈ മാർച്ചാണ് ഈ പോലീസുമായി വലിയ രീതിയിലുള്ള സംഘർഷത്തിലേക്കടക്കം കാര്യങ്ങൾ പോകുന്നത്. ഈ ബാരിക്കേഡ് മറികടന്ന കളക്ടറേറ്റിലേക്ക് കടക്കാനുള്ള യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ നീക്കം അത് പോലീസ് ആദ്യഘട്ടത്തിൽ തടഞ്ഞു. പക്ഷേ അതിനെ പോലീസ് ബാരിക്കേഡുകൾ ഭേദിച്ചുകൊണ്ട് കളക്ടറേറ്റിലേക്ക് ചാടിക്കടന്നതോടെയാണ് പോലീസ് ഈ കളക്ടറേറ്റിൽ ചാടിക്കടന്ന പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കിയത്. ഈ അറസ്റ്റ് ചെയ്ത പ്രവർത്തകരെ വിട്ടുകിട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് ഇപ്പോൾ ഈ കൊല്ലം കളക്ടറേറ്റിന് മുമ്പിൽ വലിയ പ്രതിഷേധത്തിലേക്കടക്കം കാര്യങ്ങൾ പോകുന്നത്. നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ റോഡിലേക്ക് പ്രതിഷേധം മാറുകയാണ്. റോഡിലേക്ക് പ്രതിഷേധം എത്തുകയും ചെയ്തു. പോലീസുമായി 2 തവണ വലിയ രീതിയിലുള്ള വാക്കുതർക്കത്തിലടക്കം കാര്യങ്ങൾ പോയി. ACPയുമായി അടക്കം സംസാരിച്ചെങ്കിലും പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ തയ്യാറായില്ല. ഇപ്പോൾ ഈ കളക്ടറേറ്റിന് മുമ്പിലെ റോഡ് പൂർണ്ണമായും പ്രവർത്തകർ ഉപരോധിക്കുകയാണ്. ആ കാഴ്ചയാണ് നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്നത്. എന്തായാലും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോൾ പറയുന്നത് ശാന്തമായി നടത്തിയ സമരമാണ്. ആ സമരം പോലീസാണ് ഈ രീതിയിലേക്ക് മാറ്റിയത് എന്നുള്ളതാണ്. പക്ഷേ ഈ കളക്ടറേറ്റ് മുതൽ ചാടിക്കിടന്നതോടെയാണ് സമരത്തിന്റെ ഒരു സ്വഭാവം തന്നെ മാറിയത്. പോലീസിന്റെ ആക്ഷനിലേക്ക് അടക്കം കാര്യങ്ങൾ പോവുകയും ചെയ്തത്. നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ, യൂത്ത് കോൺഗ്രസ് നേതാക്കൾ അടക്കമുള്ളവർ ഇപ്പോൾ ഈ കൊല്ലം വെസ്റ്റ് സ്റ്റേഷനിലേക്ക് ഇപ്പോൾ പ്രകടനമായി പോകുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. കാരണം ഇവിടേക്കാണ് ഈ കളക്ടറേറ്റ് ചാടിക്കിടന്ന പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത്. അവിടേക്കാണ് ഇപ്പോൾ പ്രവർത്തകർ മാർച്ചുമായി ഈ സ്റ്റേഷനിലേക്ക്, കൊല്ലം വെസ്റ്റ് സ്റ്റേഷനിലേക്കാണ് പ്രവർത്തകർ ഇപ്പോൾ എത്തുന്നത്. ഒരുപക്ഷെ ഈ പ്രവർത്തകരെ വിട്ടുകിട്ടണമെന്ന ആവശ്യം നേരത്തെ യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് വെച്ചതാണ്. അത് കളക്ടറേറ്റ് ചാടിക്കിടന്ന പ്രവർത്തകരെയാണ് വിട്ടുകിട്ടണമെന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആവശ്യപ്പെട്ടത്. ഇതുമായി ബന്ധപ്പെട്ട രീതിയിലുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ കൊല്ലം വെസ്റ്റ് സ്റ്റേഷന് മുമ്പിൽ. അത് കൊല്ലം വെസ്റ്റ് സ്റ്റേഷനിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ പ്രകടനം എത്തുന്നു. യൂത്ത് കോൺഗ്രസ് ഈ പ്രതിഷേധിക്കാൻ കൊല്ലം കളക്ടറേറ്റിലെ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് ഇപ്പോൾ കൊല്ലം വെസ്റ്റ് സ്റ്റേഷനിൽ ഇപ്പോൾ എത്തിയിരിക്കുന്ന ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ പോലീസ് ഈ സ്റ്റേഷന് മുന്നിൽ പ്രവർത്തകരെ പൂർണ്ണമായും തടഞ്ഞിട്ടുണ്ട്. കാരണം ഒരു ഘട്ടത്തിൽ പോലും പോലീസ് പ്രതീക്ഷിച്ചില്ല ഇത്തരമൊരു രീതിയിലേക്ക് പ്രകടനം മാറുമെന്ന്. ആദ്യഘട്ടത്തിൽ ഈ കളക്ടറേറ്റിലേക്ക് എത്തുന്ന പ്രകടനം പിരിഞ്ഞു പോകുമെന്ന സൂചനയായിരുന്നു പോലീസിനുണ്ടായിരുന്നത്. പക്ഷേ അതിനപ്പുറം ഈ പ്രതിഷേധം കൂടുതൽ കനക്കുന്ന സാഹചര്യം, കടുക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. എന്തായാലും ഈ അറസ്റ്റ് ചെയ്ത 4 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് ഇപ്പോൾ സ്റ്റേഷനുള്ളിലുള്ളത്. അവരെ വിട്ടുകിട്ടണമെന്നാണ് പ്രധാനമായും ഇവർ ആവശ്യപ്പെടുന്നത്. എന്തായാലും ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ അവരെ അറസ്റ്റ് ചെയ്തിരുന്നു. അവരെ വിട്ടുകിട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ നിലവിൽ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ നേതൃത്വം അടക്കമുള്ളവർ ഇപ്പോൾ ഇവിടെ പ്രതിഷേധം നടത്തുന്നത്. എന്തായാലും സ്റ്റേഷന് മുന്നിൽ യൂത്ത് കോൺഗ്രസിന്റെ ഉപരോധം ഇപ്പോൾ തുടരുകയാണ്. ഏതായാലും കൂടുതൽ പോലീസ് ഈ സ്ഥലത്തേക്ക് എത്തി കൂടുതൽ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമമായിരിക്കും ഇനി ഉണ്ടാവുക. ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ ഈ സ്റ്റേഷനുള്ളിലുള്ള ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ വിട്ടുകിട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ കൊല്ലം വെസ്റ്റ് സ്റ്റേഷന് മുമ്പിൽ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധമടക്കം ഇപ്പോഴും തുടരുകയാണ്. കൊല്ലത്താണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം സംഘർഷത്തിൽ കലാശിച്ചത്. ആശാ വർക്കേഴ്സിന്റെ സമരം ഒത്തുതീർപ്പാക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. ഇപ്പോൾ കസ്റ്റഡിയിലെടുത്ത പ്രവർത്തകരെ വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിക്കുകയാണ്.